എല്ലാവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ PSC ഒരുപാട് തവണ ആവർത്തിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കൂടാതെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നിവയിൽ നിന്നുള്ള ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടും കണ്ടും നോക്കുക. ശരി, ക്ലാസ്സിലോട്ട് കിടക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? K. സച്ചിദാനന്ദൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരള വ്യാസൻ, സരസദ്രുത കവി, കിരീടമണി തുടങ്ങിയ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേശവീയം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവ് KC കേശവപിള്ള. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന മഹാകവി കട്ടക്കയം ചെറിയാൻ മാപ്പിള. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം ആരുടേതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. മലയാള വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി ഒരു വിലാപം. AR രാജരാജവർമ്മയുടെ ചരമത്തെ തുടർന്ന് കുമാരൻ ആശാൻ എഴുതിയ വിലാപകാവ്യം പ്രരോദനം. പോരാ പോരാ നാളിൽ നാളിൽ എന്നു തുടങ്ങുന്ന ദേശഭക്തിഗാനത്തിൻ്റെ രചയിതാവ് വള്ളത്തോൾ. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചതാര്? കുട്ടിക്കൃഷ്ണമാരാർ. കേരള വാൽമീകി, ശബ്ദസുന്ദരൻ, ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി, മലയാളത്തിലെ ടാഗോർ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന മലയാള കവി വള്ളത്തോൾ. വള്ളത്തോൾ എഴുതിയ ചെറിയ കവിതകളുടെ സമാഹാരത്തിൻ്റെ പേര് സാഹിത്യമഞ്ജരി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും. വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ മഗ്ദലന മറിയം, വാത്മീകി രാമായണം തർജ്ജമ, അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത, ബധിരവിലാപം തുടങ്ങിയവ. ഉമാകേരളം എന്ന മഹാകാവ്യം രചിച്ചതാര്? ഉള്ളൂർ. ഉള്ളൂർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത സന്ദേശകാവ്യം മയൂര സന്ദേശം, പീകോക്ക് മെസഞ്ചർ. പ്രേമസംഗീതം എന്ന കവിത ഏതു സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മണിമഞ്ജുഷ. കേരള സാഹിത്യ ചരിത്രം ആരുടെ രചനയാണ്? ഉള്ളൂർ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ, ചിന്നസ്വാമി, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം, ദിവ്യകോകിലം എന്നീ വിശേഷണങ്ങളുള്ള മലയാള കവി കുമാരനാശാൻ. കുമാരനാശാനെ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ ഏത് പേരിലാണ് ആശാൻ വിവർത്തനം ചെയ്തത്? ശ്രീബുദ്ധചരിത്രം. കുട്ടികൾക്ക് വേണ്ടി ബാലരാമായണവും പുഷ്പവാടിയും രചിച്ചതാര്? കുമാരനാശാൻ. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന വരികൾ ഏത് കൃതിയിലേതാണ്? വിചിത്ര വിജയം നാടകം. കുമാരനാശാനാണ് എഴുതിയത്. 1924 ജനുവരി 16 പല്ലനയാറ്റിൽ ഉണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാള കവി കുമാരനാശാൻ. ഹാ പുഷ്പമേ എന്ന് ആരംഭിച്ച് കിനാവ് കഷ്ടം എന്ന് അവസാനിക്കുന്ന ആശാന്റെ കൃതി വീണപ്പൂവ്. ലീല, ചിന്താവിഷ്ടയായ സീത, വീണപ്പൂവ്, പ്രരോദനം, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ തുടങ്ങിയവ ആശാന്റെ കൃതികളാണ്.